മിക്സ്ഡ് ഫ്രാക്ഷൻസിനെ അഥവാ മിശ്ര ഭിന്നങ്ങളെ എങ്ങനെയാ ഗുണിക്കാൻ നോക്കിയാലോ? ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണിത്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ഫ്രാക്ഷൻ എടുക്കുക, 2 1/4. ഇതിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു സാധാരണ ഭിന്നത്തിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, ഇവിടെ പ്ലസ്, ഒരു വിഷമ ഭിന്ന ആക്കാൻ പോവാണ്. അതിനുവേണ്ടി ആദ്യം ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യണം? 2 × 4 അല്ലെങ്കിൽ 4 × 2 + 1 ചെയ്യണം. 4 × 2 + 1 ÷ 4. അത് എഴുതാൻ മറന്നു പോകരുത്. 4 × 2 നമുക്കറിയാം 8 ആണ്. +1 ചെയ്യുമ്പോൾ എത്ര വരും? 9/4 എന്ന് വരും. ഇനി രണ്ടാമത്തെ ഫ്രാക്ഷൻ നമ്മൾ എടുക്കുന്നു, 3 1/2. ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇംപ്രോപ്പർ ആക്കി മാറ്റണം. അതിനുവേണ്ടി ഇവിടെ ഇൻറ്റു, ഇവിടെ പ്ലസ്. 3 × 2 അല്ലെ? ആദ്യം നമ്മൾ ചെയ്യുന്നത് 2 × 3 + 1 ÷ 2. 3 × 2 എത്രയാണ്? 6 +1 7. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 7/2 എന്ന് എഴുതാം. ഇനി സംഗതി എളുപ്പമാണ്. 2 1/4 പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇനി 9/4 എന്ന് എഴുതാം. അതേപോലെ 3 1/2 പകരം നമുക്ക് എന്ത് ചെയ്യാം? 7/2 എന്ന് എഴുതാം. ഇനി സാധാരണ പോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി മുകളിലുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, താഴെയുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 9 × 7 63 ÷ 4 × 2 8 എന്ന് ഉത്തരം വരും. ഇവിടെ കഴിയുന്നില്ല. ഈ 63 ÷ 8നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതേപോലെ ചെയ്യുന്നു. 7 × 56. അപ്പോൾ എന്ത് വരുന്നു? 7 എന്ന് ബാലൻസ് വരുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതണം, ഒരു മിശ്ര ഭിന്നമാക്കി എഴുതണം. അതെങ്ങനെയാണ്? ആദ്യം 7 ഈ മുകളിലുള്ള ആളെ എഴുതുക, പിന്നെ ശിഷ്ടം എഴുതുക, ലാസ്റ്റ് ആണ് നമ്മളുടെ 8 എഴുതേണ്ടത്. 7/8 എന്നാണ് ആൻസർ വരുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 7 എഴുതുന്നു. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യുന്നു? 7 റിമൈൻഡർ എഴുതുന്നു. മൂന്നാമതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 8 ഇവിടെ എഴുതുന്നത്. 7/8 എന്നാണ് ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പൊ ഇതേപോലെ ഈ സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് ഈ കാണിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്യുക. ആൻസർ കമന്റ് ആയിട്ട് താഴെ പറയാം.